ഹായ് മിറക്കിൾ മേക്കേഴ്സ്. ജനറലി ഒരുപാട് പേര് ചോദിക്കാറുള്ളൊരു കാര്യമാണ് നമ്മളുടെ വീട്ടിൽ വെക്കാൻ പാടില്ലാത്ത ഐറ്റംസ് എന്തൊക്കെയാണെന്ന്, അല്ലെങ്കിൽ വീട്ടിൽ വെച്ചാൽ നമ്മളിലേക്ക് ബാഡ് ലക്ക് അട്രാക്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നത്. നമ്മളിലേക്ക് തടസ്സങ്ങൾ എന്തെങ്കിലുമൊക്കെ അട്രാക്റ്റ് ചെയ്യുന്ന ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് എന്നുള്ളത്. കുറച്ചധികം ഐറ്റംസ് ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോകുന്നു. അതല്ലെങ്കിൽ 2 എപ്പിസോഡായിട്ട് ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആദ്യമായിട്ട് ഈ സ്റ്റഫ്ഡ് ആനിമൽസിൻ്റെ ഹെഡ് അല്ലെങ്കിൽ ബോഡി നമ്മൾക്കൊരു കാലത്ത് നമ്മളുടെ നാട്ടിലെ വീടുകളിലൊക്കെ കണ്ടുവന്നിരുന്നതാണ്. ഈ മാനിൻ്റെ തല, പോത്തിൻ്റെ തലയൊക്കെ നമ്മളുടെ ഈ കയറി വരുന്ന മുറിയിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചേക്കും. അത് പണ്ട് കാലത്ത് അവരുടെ വീട്ടുകാരൊക്കെ വെടിവെച്ചിട്ടാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ നമ്മൾ സ്റ്റഫ്ഡ് ആയിട്ടുള്ള അനിമൽസിൻ്റെ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ബോഡി പാർട്സുകൾ വീട്ടിൽ വെക്കുമ്പോൾ അതൊരു ഡെഡ് എനർജിയാണ് നമ്മളുടെ വീടിന് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഹോണ്ടഡ് എന്ന് വെച്ചാൽ പ്രേതബാധയൊക്കെ സംഭവിച്ച ഒരു വീടിൻ്റെ ഒരു എനർജിയാണ് അവിടെ വരുന്നത്. അപ്പോൾ ആ വീട്ടിലുള്ളവർക്കും കൂടുതൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുന്നത്. അതുപോലെ ആ വീട് വിറ്റു പോകാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു എനർജി കാരണം. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനമുണ്ടെങ്കിൽ അത് നമ്മൾ എടുത്തു മാറ്റണം. അടുത്തതായിട്ട് നമ്മളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു ആക്സിഡൻറ്റോ മറ്റോ സംഭവിച്ചപ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നപ്പോൾ നമ്മൾ വാങ്ങിയ ഒരു സാധനം അത് ആവശ്യം കഴിഞ്ഞും നമ്മൾ വെച്ചിരിക്കും അല്ലേ, ഇനി ആർക്കെങ്കിലും ഇതേപോലെ വന്നാൽ നമുക്കത് യൂസ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ വെക്കരുത്. അങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾ അതിനൊരു ഓപ്പൺ ഇൻവിറ്റേഷനാണ് കൊടുക്കുന്നത്. അതായത് നിങ്ങൾക്ക് നമ്മളുടെ വീട്ടിൽ ആർക്ക് വേണമെങ്കിലും ഈ ഒരു അസുഖം ഇനി വരാം, ഞാനിവിടെ റെഡിയാണ്, വന്നോളൂ എന്നൊരു രീതിയിലാണ് ആ ഒരു എനർജിയാണ് നിങ്ങൾ കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കാലൊക്കെ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും നമ്മൾ ക്രച്ചേഴ്സൊക്കെ കൊടുക്കും, അതല്ലെങ്കിൽ നെക്കിന് കോളറൊക്കെ വാങ്ങിക്കും. അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഡിസിനൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് അത് കളയാണ്ട് വെച്ചിരിക്കരുത്. അത് നമ്മൾ ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യുക, ഏതെങ്കിലും വയസ്സായ ആളുകളുള്ള വീടുകളിലൊക്കെ കൊടുക്കാമെങ്കിൽ ക്രച്ചേഴ്സൊക്കെ അത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് വീണ്ടും ഇതേപോലുള്ള ആ ഒരു വ്യക്തിക്കായിരിക്കത്തില്ല, ചിലപ്പോൾ വേറൊരു വ്യക്തിക്ക് ഇതേപോലെ ആക്സിഡൻറ്റോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം നിങ്ങൾ റെഡിയായിട്ടിരുന്നിട്ടാണ് വിളിക്കുന്നത്, വരൂ ഞങ്ങളിവിടെ റെഡിയാണ്, ഇനി ഒരു ആക്സിഡൻറ്റ് വന്നാലും ഞങ്ങൾക്ക് ഇവിടെ സാധനം ഇരിപ്പുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ആ സാധനങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ വീട്ടിൽ അവിടുത്തെ ഒരു മുത്തശ്ശി, പ്രായമായ സ്ത്രീയുടെ കാലൊടിഞ്ഞിട്ട് അവരൊരു ക്രച്ചേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവരുടെ വീട് നോക്കാൻ ചെന്നപ്പോഴും അവിടെ ആ ക്രച്ചേഴ്സ് ഉണ്ട്. ആ പ്രായമായ സ്ത്രീ മരിച്ചും പോയിട്ടുണ്ട്. അവരത് വെച്ചിട്ടുണ്ട്. ഞാനതിൻ്റെ ഉപയോഗം ചോദിച്ചപ്പോൾ പറഞ്ഞില്ല, ഇനി ആർക്കെങ്കിലും ഒടിയുവാണെങ്കിൽ ഇനി അന്നേരം വാങ്ങിക്കണ്ടല്ലോ, നമുക്കൊരാവശ്യത്തിന് ഇവിടെ കാണുമല്ലോ എന്നുള്ളത്. അത് തെറ്റായ ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾ വെക്കരുത്. അത് മാറ്റിക്കഴിഞ്ഞ് അവരുടെ വീട്ടിൽ ആ ഒരു അമ്മാമ്മയുടെ കാലൊടിഞ്ഞ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ആ വീടുകളിൽ ഒരുപാട് ആക്സിഡൻറ്റ് നടന്നു. പക്ഷേ ആരുടെയും കാലൊടിഞ്ഞിട്ടില്ല, പല പല ഭാഗങ്ങളായിട്ട് ഒടിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാധനം എടുത്ത് മാറ്റിക്കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് വലിയൊരു മാറ്റമാണ് വന്നിട്ടുള്ളത്. അത് അവരെന്നെ വിളിച്ച് പറയുകയും ചെയ്തായിരുന്നു, ഈ ഒരു ചെറിയ കാര്യം കൊണ്ടിട്ട് ജീവിതത്തിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ വരുമെന്ന് അറിയില്ലായിരുന്നു എന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മളുടെ പണ്ട് കാലം തൊട്ടിരിക്കുന്ന വില കൂടിയ സാധനങ്ങൾ, ഈ ബ്രാസിൻ്റെ പെട്ടി, ട്രങ്ക് പെട്ടി, അങ്ങനെയുള്ളതൊന്നും നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ടില്ല. അതൊക്കെ നമുക്കൊന്ന് പോളിഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതൊരു പുതിയ എനർജി ആയിട്ട് വരും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് റീയൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ കലണ്ടേഴ്സ്. നമ്മളുടെ നാട്ടിലും നമ്മളുടെ വീട്ടിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കും, പുതിയ വർഷം തുടങ്ങുമ്പോൾ പുതിയ കലണ്ടർ അതിൻ്റെ മുകളിൽ നമ്മളിടും. ആ അടിയിലുള്ള വർഷത്തെ കലണ്ടർ നമ്മൾ അവിടെ തന്നെ ഇട്ടിരിക്കുക. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ 2023 തൊട്ടുള്ള കലണ്ടർ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെ 2023 ആ ഒരു എനർജിയാണ് നിങ്ങൾ 2024 കൊണ്ടുപോയതും 2025 കൊണ്ടുപോകുന്നതും. ഓരോ വർഷം കഴിയുമ്പോഴും പഴയ കലണ്ടറുകൾ എടുത്തു കളയണം. അല്ലെങ്കിൽ ആ ഒരു വർഷം നിങ്ങളുടെ ലൈഫ് നല്ലതല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഈ ഒരു വർഷവും അതുപോലെ തന്നെ ആ ഒരു എനർജി കണ്ടിന്യൂസ് ആയിട്ട് പോകത്തതേ ഉള്ളൂ. അപ്പോൾ ചോദിക്കും, കഴിഞ്ഞ വർഷം നല്ലതായിരുന്നെങ്കിൽ ആ കലണ്ടർ വെക്കാമോ എന്നുള്ളത്. അങ്ങനെയും വെക്കാൻ പാടില്ല. കഴിഞ്ഞ വർഷം നല്ലതായിരുന്നു എന്ന് കരുതി ഈ വർഷത്തേക്ക് ആ എനർജി കണ്ടിന്യൂ ചെയ്യണം എന്നില്ല. പക്ഷേ എപ്പോഴും ബാഡ് എനർജിക്ക് ഒരു 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 ഇതുണ്ട്, ഒരു സ്വഭാവമുണ്ട്. അത് കണ്ടിന്യൂ ആയിട്ട് പോകും. ആ ഒരു ബാഡ് എനർജി മാറ്റി ഒന്ന് പോസിറ്റീവ് ആക്കാൻ അത് ഭയങ്കര പാടാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട 2024 ഡിസംബർ 31, 2025 ഡിസംബർ 31 ആ കലണ്ടർ മാറ്റുക. ഞാനാണെങ്കിൽ ഒരാഴ്ച മുമ്പ്, ഒരു മാസം മുമ്പേ പുതിയ കലണ്ടർ വാങ്ങിയിട്ടിട്ട് 31-ാം തീയതി തന്നെ അതെടുത്ത് ഞാൻ മാറ്റും. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. 31-ാം തീയതി എന്നൊരു ദിവസമുണ്ട്, അല്ലെങ്കിൽ ജൂലൈ 1, ജനുവരി 1 എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ആ ഒരു കലണ്ടർ നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ വീട്ടിൽ ചലിക്കാത്ത ക്ലോക്കുകൾ.
വർക്ക് ചെയ്യാത്ത ക്ലോക്കുകൾ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഈ കലണ്ടറും ക്ലോക്കും ഒക്കെ തന്നെ സമയത്തിനെ സൂചിപ്പിക്കുന്നതാണ്. സമയം എന്നത് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു ഡയമെൻഷനാണ്. അപ്പം സമയത്തിനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ സ്റ്റക്കാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൻ്റെ സമയവും ഇതുപോലെ സ്റ്റക്കായി പോവും. ഇപ്പം നിങ്ങളൊരു രാഹുദശയിലുള്ളൊരു വ്യക്തിയോ എന്തെങ്കിലും ഒരു സങ്കടകരമായ ഒരവസ്ഥയിലൂടെ പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് അവിടെ സ്റ്റക്കാവും. നിങ്ങൾ 2 വർഷം കൊണ്ട് അനുഭവിച്ച് തീർക്കേണ്ട സങ്കടം ചിലപ്പം നിങ്ങൾ ഈ ഒരു സാധനങ്ങൾ കൂട്ടിയിടുന്നത് കാരണം 5 വർഷം, അത് മാറ്റുന്ന ഒരു 5 വർഷമോ 6 വർഷമോ കൊണ്ടായിരിക്കും തീരുന്നത്. ഞാൻ പറയുന്നത് ആകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം വർക്ക് ചെയ്യാത്ത ക്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകിൽ അത് ശരിയാക്കിയെടുക്കുക, അല്ലെങ്കിൽ അതിനെ ഉപേക്ഷിക്കുക. എത്ര പ്രിയപ്പെട്ടതായാലും നമ്മൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളെ നമ്മൾ കൂട്ടി വെക്കരുത്. അങ്ങനെ കൂട്ടി വെക്കുമ്പോൾ ഡെഡ് എനർജി എന്ന് പറയും, അതാണ് കൂടുന്നത് നമ്മുടെ വീട്ടിൽ. അങ്ങനെയുള്ള സാധനങ്ങൾ ഉപേക്ഷിക്കുക. പിന്നുള്ളത് പൊട്ടിയ കണ്ണാടി കഷ്ണങ്ങളിലൂടെ നോക്കരുത്. കണ്ണാടി എന്ന് പറയുന്നത് ഒരു ഇൻ്റർ ഡയമെൻഷനായിട്ടൊരു ഒബ്ജക്റ്റാണ്. കണ്ണാടി വഴി നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും മാറ്റിയെടുക്കാൻ കഴിയും. അതൊരു ഡയമെൻഷനാണ് വേറൊരു. അപ്പോൾ ഈ പൊട്ടിയ കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്കും അങ്ങോട്ടാണോ അല്ല ഇങ്ങോട്ടാണോ അല്ല എന്നൊരവസ്ഥയായിരിക്കും. ഒന്നും റെഡിയാവില്ല. നമ്മൾ പറയത്തില്ലേ, വീട്ടിൽ നിന്നിട്ട് അമ്മാത്തുനിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ടുമുണ്ട്, അവിടെ ഒട്ടും എത്തിയിട്ടുമില്ല എന്നുള്ളൊരു അവസ്ഥയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങളൊരു പുതിയൊരു ജോലിയിലേക്ക് ശ്രമിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ പഴയ ജോലി ഉപേക്ഷിച്ചിരിക്കും, പുതിയ ജോലിയിൽ കയറാനൊരു ഡേറ്റും തന്നിരിക്കും. പക്ഷേ അവർ പിന്നെ പറയും നിങ്ങൾ വേണ്ട, ഇപ്പോൾ നിങ്ങൾ വരണ്ടെന്ന് പറയും. അപ്പം ഈ ഉള്ള ജോലിയും പോവും, കിട്ടാനിരുന്ന ജോലി കിട്ടാണ്ടേ ആവും. മനസ്സിലാവുന്നില്ല? ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. അപ്പോൾ പൊട്ടിയ കണ്ണാടിയും നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ കണ്ണാടിക്ക് വളരെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഡയമെൻഷനിലെ ആളുകൾ അല്ലെങ്കിൽ എനർജീസിന് വരുവാൻ പറ്റുന്ന ഒരു പോർട്ടലാണ് ഈ കണ്ണാടി. അപ്പോൾ ഇതെത്ര പേര് വിശ്വസിക്കുന്നു ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇതൊരു വളരെയധികം പ്രൂവ്ഡായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ജ്യോതിഷപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ണാടികൾ ഒരുപാട് നമ്മുടെ വീടുകളിൽ വെക്കാൻ പാടില്ല എന്ന് പറയും. പണ്ടൊക്കെ ഒറ്റൊരു കണ്ണാടി ഒരു വീട്ടിൽ കാണും. ഇപ്പം ബാത്റൂമിൽ കണ്ണാടി, ബെഡ്റൂമിൽ കണ്ണാടി, ഹാളിൽ കണ്ണാടി, എല്ലാ വാഷ് ബേസിനിലും കണ്ണാടി. ഇതൊക്കെ ഇളക്കി കളയണം എന്നല്ല പറയുന്നത്. അതുമല്ലാതെ കൈ കൊണ്ട് കിടക്കുന്ന കണ്ണാടി, ടേബിളിൽ വെക്കുന്ന കണ്ണാടി, അങ്ങനെയൊക്കെ കുറേ എക്സ്ട്രാ കാണും. അങ്ങനെയുള്ളതൊന്നും വേണ്ട. നമ്മളുടെ വീട്ടിൽ ഓൾറെഡി ഫിറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ ഇരുന്നോട്ടെ. അല്ലാതെ നിങ്ങളുടെ വീട്ടിൽ എക്സ്ട്രാ ഉള്ള കണ്ണാടികളൊക്കെ നിങ്ങളുടെ അടുത്ത് മാറ്റുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം കണ്ണാടി ഒരുപാട് ഇരിക്കും തോറും നമ്മളുടെ വീട്ടിലേക്ക് നെഗറ്റീവായിട്ടുള്ള എൻറ്റിറ്റീസ്, അതായത് നമ്മൾ ഈ ബാധ, പ്രേതം എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള നെഗറ്റീവായിട്ടുള്ള എൻറ്റിറ്റീസിന് പ്രവേശിക്കാൻ പറ്റുന്ന ഒരിതാണ് കണ്ണാടി എന്ന് പറയുന്നത്. അതൊരു പോർട്ടലാണത്. അപ്പോൾ ആ കണ്ണാടികൾ ആവശ്യത്തിനുള്ള കണ്ണാടി മാത്രം വെക്കുക, ബാക്കിയെടുത്ത് കളയുക. ഇനിയുള്ളത് നെഗറ്റീവായിട്ടുള്ളൊരു മെസ്സേജ് തരുന്ന ആർട്ട് വർക്ക്, പെയിൻറ്റിങ്സ്, ഷോക്കേസിലിരിക്കുന്ന ഐറ്റംസ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. നമ്മളുടെ വീട്ടിലെന്നല്ല, ഈ ലോകത്തിലുള്ള എല്ലാ സാധനങ്ങളിലും, ജീവനുള്ളതിലും ജീവനില്ലാത്തതിനും ഒരു എനർജിയുണ്ട്. ആ ഒരു എനർജി കൊണ്ട് തന്നെ നമ്മളുടെ വീട്ടിലെ എല്ലാ സാധനങ്ങൾക്കും എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീട്ടിലൊരു പുതിയൊരു പെയിൻറ്റിങ് വാങ്ങിച്ചു വെക്കുമ്പോൾ നിങ്ങൾ അതെന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് നോക്കുക. എല്ലാം ഇപ്പോഴത്തെ മോഡേൺ ആർട്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് മനസ്സിലാക്കാൻ പാടാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ അതിനൊക്കെ ഒരു ഇന്നർ മീനിങ് ഉണ്ട്. ഒരു ഡോട്ടിന് ഒരു ഇന്നർ മീനിങ് ഉണ്ട്, ഒരു സ്ക്വയറിനൊരു മീനിങ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ട് നിങ്ങൾ വാങ്ങിച്ചു വെക്കുക. അർത്ഥം അറിയില്ലെന്നുണ്ടെങ്കിൽ ഭംഗി കാരണം വെറുതെ വാങ്ങിച്ചു വെച്ച് പണി വാങ്ങിക്കാതിരിക്കുക. ചില പെയിൻറ്റിങ്സ് അല്ലെങ്കിൽ ചില ആർട്ട് വർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നെഗറ്റീവായിട്ടുള്ളതാണ്. ഞാനൊരിക്കൽ ഒരു കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ഒരു വീട്ടിൽ പോയപ്പോൾ അവർക്ക് ഭർത്താവ് ഗൾഫിലായിരുന്നു, മക്കൾ ഗൾഫിൽ പോയി, കടമൊഴിയുന്നില്ല, ഇല്ലാത്ത കടങ്ങളാണ്. ഭർത്താവ് ജോലി കഴിഞ്ഞ് വന്നു, മക്കളുടെ ജോലി പോയി വന്നു. ഒരു മകൻ ഇപ്പോൾ ചെറിയ ചെറിയ കൂലിപ്പണികൾക്ക് പോകുന്നു, വണ്ടി ഓടിക്കാൻ പോകുന്നു. മകളുടെ ഡിവോഴ്സായി, മകൾ വീട്ടിൽ വന്ന് നിൽക്കുന്നു. ദുരിതങ്ങൾക്കപ്പുറം ദുരിതങ്ങളാണ് അവർക്ക്. അപ്പോൾ അവരുടെ വീട്ടിൽ ഞാൻ കണ്ടൊരു കാര്യം, പണ്ട് വളരെ ഫേമസ് ആയൊരു ചിത്രമുണ്ട്, ഒരു കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചിത്രം. ആ കുട്ടിയുടെ പേര് ബെന്നെന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു. ഒരു വലിയൊരു ട്രെയിൻ അപകടത്തിൽ അച്ഛനും അമ്മയൊക്കെ മരിച്ചിട്ടൊരു കൊച്ചു കരയുന്നൊരു ചിത്രം, പെയിൻറ്റിങ്സ് ഉണ്ടായിരുന്നു. അതൊരു കാലത്ത് ഭയങ്കര ഫേമസ് ആയിട്ട് എല്ലാവരുടെയും വീട്ടിലുള്ളതായിരുന്നു. ഇവരുടെ വീട്ടിലും ആ ഒരു പെയിൻറ്റിങ്സാണ് അവർ കയറി വരുന്നിടത്ത് ഷോക്കേസ് ചെയ്ത് അത് അവിടുത്തെ ആ വീട്ടിലെ ചേട്ടൻ തന്നെ വരച്ചതാണ് പെയിൻറ്റിങ്. നല്ല പെയിൻറ്റിങ്ങാണ്, നല്ലൊരു ആർട്ടിസ്റ്റാണ് ചേട്ടൻ.
ആ ചേട്ടൻ്റെ കഴിവിന് ആ ചേട്ടൻ എങ്ങും എത്തിയിട്ടില്ല. ആ ചേട്ടൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെങ്ങാണ്ട് വരച്ച ഒരു പെയിൻറ്റിംഗ് ആണത്. ആ ഒരു പെയിൻറ്റിങ് നിങ്ങളുടെ എൻട്രൻസിൽ വെക്കുമ്പോൾ നിങ്ങൾ എന്ത് എനർജിയാണ് ആ വീടിന് കൊടുക്കുന്നത്? ദുഃഖം നിറഞ്ഞൊരു എനർജിയാണ്. ആ കുഞ്ഞിൻ്റെ കരച്ചിൽ പോലെ തന്നെ അവിടെ കണ്ണുനീരൊഴിയില്ല. അപ്പോൾ നിങ്ങൾ വീട്ടിൽ വെക്കുന്ന എല്ലാ പ്രതിഷ്ഠകളും, എല്ലാ സ്റ്റാച്യു അല്ലെങ്കിൽ ഷോക്കേസ് ഐറ്റംസ് അല്ലെങ്കിൽ പെയിൻറ്റിങ്സ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഏതെങ്കിലും ദൈവങ്ങൾ കരയുന്ന വിഗ്രഹമോ കരയുന്ന ഫോട്ടോയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ വീട്ടിൽ വെക്കുന്ന എല്ലാം തന്നെ ചിരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മന്ദഹാസത്തോടു കൂടി ഇരിക്കുന്ന ഒരു ഫോട്ടോസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വാങ്ങി വെക്കുന്നതും അതുപോലെയുള്ള വിഷമിച്ചിരിക്കുന്ന കുട്ടിയുടെ ചെറിയ സ്റ്റാച്യു, ചിറകൊടിഞ്ഞ ഏഞ്ചൽസ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരും. പിന്നെ മെയിനായിട്ട് കാണുന്ന ഒരു പെയിൻറ്റിംഗ് ആണ് എല്ലാവരുടെയും വീട്ടിൽ വെക്കുന്നത്. ഈ കടലിനകത്ത് ആടി ഉലയുന്ന ഒരു കപ്പലിൻ്റെ ഒരു ഫോട്ടോ, ഒരു പെയിൻറ്റിങ്സ് വെക്കാറുണ്ട്. ആ ഒരു പെയിൻറ്റിങ്സ് നിങ്ങൾ വെക്കാണ്ടിരിക്കുക. ആ ഒരു പെയിൻറ്റിങ്സ് കൊണ്ട് കൊടുക്കുന്ന ഒരു എനർജി നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും കലഹമായിരിക്കും, തമ്മിലടിയായിരിക്കും. അച്ഛനും അമ്മയും തമ്മിൽ, അച്ഛനും മക്കളും തമ്മിൽ, മക്കളും അമ്മയും തമ്മിൽ, എല്ലാവരും തമ്മിൽ അടിയും കലഹവുമാണ് അത് കൊടുക്കുന്നത്. അതുകൊണ്ട് ആ പെയിൻറ്റിങ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഈ 2 പെയിൻറ്റിങ്ങാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് നമ്മൾ മലയാളികൾ കൂടുതലായിട്ടും വീട്ടിൽ വെക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഷോക്കേസ് ഒന്ന് നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ പെയിൻറ്റിങ്സ്, ആർട്ട് വർക്കുകൾ ഒന്ന് നോക്കുക. അതിനെന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് നോക്കുക. നെഗറ്റീവ് ആണെങ്കിൽ അതെടുത്ത് മാറ്റുക, കളയുക. പിന്നെ നമ്മളുടെ വീട്ടിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങൾ, ഫുഡ് ഐറ്റംസ് ആകാം, കോസ്മെറ്റിക് ഐറ്റംസ് ആകാം, എന്ത് തന്നെ ആയാലും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ അതിനെ ഉപേക്ഷിക്കണം. അതിൻ്റെ സമയം കഴിഞ്ഞതാണ്, അത് ചത്തു കഴിഞ്ഞു, അതായത് ഒരു ഡെഡ് എനർജിയാണ് അതും തരുന്നത്. സമയം കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും മരണപ്പെട്ടു എന്നാണ് ആ ഒരു എനർജിയുടെ അർത്ഥം. ആ ഒരു സാധനത്തിനെ വെച്ചുകൊണ്ടിരിക്കാതെ നിങ്ങൾ എടുത്ത് കളയുക. മാസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് നോക്കുക. എന്തെങ്കിലും ഫുഡ് ഐറ്റംസോ എന്തെങ്കിലും സാധനങ്ങൾ എക്സ്പയർ കഴിഞ്ഞിട്ടിരിക്കുന്നുണ്ടോ എന്ന് നോക്കുക, അതെടുത്ത് കളയുക. അടുത്തതായി നമ്മൾ അലങ്കരിക്കാൻ വാങ്ങിക്കുന്ന ഷാർപ്പ് അറ്റമുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കാതിരിക്കും. ഇപ്പം ഷാർപ്പ് എൻഡായിട്ടുള്ള ഷാൻഡലേഴ്സ്, ഈ കണ്ണാടി ഗ്ലാസ് ആയിട്ടുള്ള ഈ ബൾബുകൾ ഇങ്ങനെ തൂക്കിയിടത്തില്ലേ നമ്മൾ ഷോക്കേസായിട്ട്, അതിന് ഷാർപ്പ് എഡ്ജുള്ള ഇങ്ങനെ കൂർത്ത എഡ്ജുള്ളതുണ്ട്. അത് നമ്മളുടെ തലയുടെ മുകളിൽ ഇങ്ങനെ തൂക്കിയിടുമ്പോൾ നമ്മളിലേക്ക് എപ്പോഴും നെഗറ്റീവ് എനർജിയാണ് അത് പോയിൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ നമ്മൾ അറ്റം കൂർത്തിരിക്കുന്ന ഫർണിച്ചേഴ്സൊക്കെ വീട്ടിൽ കാണും. മേശയൊക്കെ ആയാലും എല്ലാം തന്നെ അറ്റം കൂർത്ത സാധനങ്ങൾ അവോയ്ഡ് ചെയ്യുക. അതുപോലെ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ, ചിലപ്പോൾ ഹോട്ടൽസിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഷോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഫോൾ സീലിങ്ങിനകത്ത് നിന്ന് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ തൂക്കിയിടുന്ന കാണാം. ഇങ്ങനെ ഒരു ഷാർപ്പായിട്ടുള്ള ബാംബൂസിൻ്റെയോ അല്ലെങ്കിൽ മെറ്റൽസിൻ്റെയോ അതൊരു ഡിസൈനായിട്ട് ചെയ്യുന്നതാണ്. അത് ഹോട്ടൽസ് റിസോർട്ടൊക്കെ ആകുമ്പോൾ ഓക്കെയാണ്, കാരണം നമ്മൾ അധിക നേരം അവിടെ ഇരിക്കുന്നില്ല, റിസപ്ഷനിൽ വരുന്നു പോകുന്നു. നമ്മൾ പക്ഷേ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ നമ്മളുടെ ജീവിതത്തിൻ്റെ, നമ്മളുടെ ജോലി കഴിഞ്ഞ് കഴിഞ്ഞുള്ള നമ്മുടെ സമയം മൊത്തം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് വീട്ടിലാണ്. അപ്പോൾ ഇതിൻ്റെ കീഴിൽ നമ്മൾ ഇരിക്കും തോറും നമ്മളിലേക്ക് നെഗറ്റീവ് എനർജി പോയിൻ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ കൂടുതൽ നെഗറ്റീവ് ആകും. നമ്മളുടെ വീടിനൊരു നെഗറ്റീവ് എനർജി ആയിരിക്കും വരുന്നത്. അടുത്തതായി വീടുകളിൽ നമ്മൾ ഡെഡായിട്ടുള്ള പ്ലാന്റ്സ് വെക്കരുത്, അല്ലെങ്കിൽ വാടിയത് കരിഞ്ഞതായിട്ടുള്ള പ്ലാന്റ്സിനെ വെക്കരുത്. വീടിൻ്റെ ഉള്ളിലായാലും പുറത്തായാലും നമ്മളതിനെ ഉപേക്ഷിക്കുക, കളയുകയാണ് വേണ്ടുന്നത്. അല്ലെങ്കിൽ പരീക്ഷിച്ച് നോക്കുക. ഒരു ഡെഡായ പ്ലാന്റിനെ വളരെ നല്ല ഹെൽത്തിയായ 2 പ്ലാന്റിൻ്റെ നടുക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ഇരിക്കുന്ന 2 ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളും പതിയെ പനലായി അല്ലെങ്കിൽ നശിച്ചു തുടങ്ങും. അപ്പോൾ ഈ ഡെഡായ പ്ലാന്റ് നമ്മളുടെ വീട്ടിൽ നെഗറ്റീവ് എനർജിയാണ് കൊണ്ടുവരുന്നത്. നെഗറ്റീവായിട്ടുള്ള എനർജി കൂടും തോറും നമ്മളുടെ വീട്ടിലെ നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് ദുരിതങ്ങളുടെ എണ്ണം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡെഡായിട്ടുള്ള പ്ലാന്റ്സിനെ ഉപേക്ഷിക്കുക. പിന്നെ വീടുകളിൽ ഇല്ലീഗൽ ഐറ്റംസ് ഒന്നും സ്റ്റോർ ചെയ്യാണ്ടിരിക്കുകയാണ് വേണ്ടുന്നത്. ഇല്ലീഗൽ ഐറ്റംസ് എന്ന് പറയുമ്പം ചിലപ്പം ചില മുതലാളിമാരുടെ, എസ്റ്റേറ്റ് മുതലാളിമാരുടെയൊക്കെ വീട്ടിൽ എയർ ഗണ്ണൊക്കെ കാണും, അല്ലെങ്കിൽ നമ്മൾ ഗവൺമെൻറ് പെർമിഷൻ തരാത്ത സാധനങ്ങൾ എവിടെ നിന്നെങ്കിലുമൊക്കെ നമ്മൾ കൊണ്ടുവന്ന് വീട്ടിൽ ഒളിപ്പിച്ച് വെക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ വെക്കാണ്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ എവിടെന്നെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുവന്ന്, ഇപ്പോൾ ഒരു സ്പൂൺ മോഷ്ടിച്ചാലും മോഷണം തന്നെയാണ് ഏതൊരു സാധനമായാലും. അപ്പോൾ അങ്ങനെ മോഷ്ടിച്ചു കൊണ്ടുവന്ന സാധനങ്ങൾ വീട്ടിൽ വെക്കാണ്ടിരിക്കുക. പിന്നെ ചിലപ്പോൾ നമുക്ക് വീട്ടിൽ ഒരുപാട് വാച്ചുകളുണ്ടാവും. ഇതിൽ മിക്കവാറും ഒന്നും വർക്ക് ചെയ്യത്തില്ല. അങ്ങനെ വർക്ക് ചെയ്യാത്ത വാച്ചുകൾ ഉപേക്ഷിക്കുക, അത് വെച്ചിരിക്കണം. നിങ്ങളുടെ ടൈം നിങ്ങളുടെ അവിടെ സ്റ്റോപ്പായി പോവുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിൻ്റെ നല്ല സമയം അവിടെ സ്റ്റോപ്പായി പോകും നിങ്ങളുടെ. നിങ്ങൾ വാച്ച് കടകളിൽ ഒരു 10-20 ക്ലോക്കുകളൊക്കെ കിടന്നാൽ പോലും ഒരു ക്ലോക്ക് പോലും അവരത് വർക്ക് ചെയ്യാത്ത രീതിയിൽ വെക്കില്ല. അതെന്താണ്? ക്ലോക്ക് എന്ന് പറയുന്നത്, വാച്ച് എന്ന് പറയുന്നത്, അത് എപ്പോഴും ടിക്ക് ചെയ്തുകൊണ്ടിരിക്കണം, അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അത് നമ്മളുടെ സമയത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഈ വാച്ച്, ക്ലോക്കൊക്കെ. അതുകൊണ്ട് തന്നെയാണ് അവരൊന്ന് ആലോചിക്കുക, 25 ക്ലോക്കും അവർ വർക്ക് ചെയ്യുമ്പോൾ എത്ര വട്ടം അവർ ആ ബാറ്ററിയൊക്കെ മാറ്റിയിടണം,
പക്ഷേ എങ്കിലും അവരത് വർക്ക് ചെയ്ത് വെച്ചേക്കും. കാരണം നെഗറ്റീവ് എനർജി വരാൻ വളരെ ചാൻസ് ഉള്ള കാര്യമാണിത്. അപ്പോൾ വർക്ക് ചെയ്യാത്ത വാച്ച്, ക്ലോക്ക് റിപ്പയർ ചെയ്യാനോ ബാറ്ററി മാറ്റിയിട്ടോ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഉപേക്ഷിക്കുക. നമ്മളുടെ വീട്ടിൽ സ്റ്റഫ് ടോയ്സ് വെക്കാൻ പാടില്ല. അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഉപയോഗിച്ച പണ്ടത്തെ ടെഡി ബിയർ അങ്ങനെയുള്ള, അതായത് വൂള് സ്റ്റഫ് ചെയ്തിട്ടുള്ള ആ ആ- ആ കളിക്കുന്ന ഐറ്റംസ് അവർ വലുതായി കഴിഞ്ഞാൽ സൂക്ഷിച്ച് വെക്കുന്നവരുണ്ട്. അതങ്ങനെ വെക്കാണ്ടിരിക്കുക. കാരണം ആ കുഞ്ഞിലെ അവരുടെ ആ ഒരു പ്രായത്തിൽ അവർ കരഞ്ഞതും അവരവരുടെ ദേഷ്യം പ്രകടിപ്പിച്ചത് ഇപ്പം നിങ്ങൾ അവരെ വഴക്ക് പറഞ്ഞപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എനർജി അബ്സോർബ് ചെയ്ത് വെച്ചിരിക്കും അതിനകത്ത്. അപ്പോൾ അത് നിങ്ങൾ ഇനിയും ക്യാരി ഫോർവേഡ് ചെയ്താൽ കുഞ്ഞുങ്ങളൊക്കെ വലുതായി കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു ഓർമ്മയ്ക്ക് വെക്കുന്നവരുണ്ട്. അങ്ങനെ ഓർമ്മയ്ക്ക് വെക്കുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ വെക്കരുത്. അതിങ്ങനെ ഓർമ്മയ്ക്കായിട്ട് വെക്കുമ്പം ആ ഒരു എനർജി അവിടെ എപ്പോഴും നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സ്റ്റഫ്ഡ് ആയിട്ടുള്ള ടോയ്സ്, ഈ ടെഡി ബിയേഴ്സ് അതേപോലുള്ള സാധനങ്ങൾ നിങ്ങൾ ഓർമ്മയ്ക്കായിട്ട് പോലും സൂക്ഷിച്ച് വെക്കാണ്ടിരിക്കുക. പിന്നെ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം പില്ലോ അല്ലെങ്കിൽ നമ്മുടെ തലയണ വർഷത്തിൽ ഒരിക്കലെങ്കിലും മാറ്റണം. കാരണം നമ്മളുടെ വിഷമങ്ങൾ നമ്മൾ കരഞ്ഞതും പറഞ്ഞതും ഒക്കെ തന്നെ ആ പില്ലോയിൽ കാണും. നമ്മളെപ്പോഴും എന്താണ് ചെയ്യുന്നത്, ഒന്ന് ഈ പില്ലോയെ കെട്ടിപ്പിടിച്ച് കരയുക, അല്ലെങ്കിൽ പില്ലോയിൽ കിടന്നിട്ടായിരിക്കും നമ്മൾ കരയുന്നത്. അപ്പം നിങ്ങളുടെ ആ ഒരു ഇമോഷനൊക്കെ തന്നെ ആ ഒരു പില്ലോയ്ക്കകത്ത് അബ്സോർബ് ആയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും പുതുവർഷം തുടങ്ങുമ്പം ഏറ്റവും നല്ലൊരു കാര്യമാണ് നിങ്ങളുടെ പില്ലോ മാറ്റുക എന്നുള്ളത്. നിങ്ങളത് പിന്നീടും വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് അക്യുമുലേറ്റ് ചെയ്ത് പിന്നെയും ഇത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. നിങ്ങൾ കൂടുതൽ കരയുകയും നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ വരികയും മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പോൾ പില്ലോസ് വർഷത്തിലൊരിക്കൽ മാറ്റുവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എപ്പോഴും നമ്മളുടെ വീട് ഡീക്ലട്ടർ ആയിരിക്കുക എന്ന് വെച്ചാൽ നമുക്ക് ഉൾക്കൊള്ളുവാൻ പറ്റാത്തത്രയും സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കാതിരിക്കുക. ഇപ്പോൾ അത് വസ്ത്രമായിക്കോട്ടെ, നിങ്ങൾക്കത് വെക്കുവാൻ സ്ഥലമില്ലെങ്കിൽ അതൊരു ഡീക്ലട്ടറാണ്. അപ്പം പഴയ വസ്ത്രങ്ങൾ എടുത്ത് കളഞ്ഞിട്ട് പുതിയ വസ്ത്രങ്ങൾ വെക്കുക. അതിപ്പോൾ മാഗസീൻസൊക്കെ ഒരുപാട് നിങ്ങളുടെ വീട്ടിലേക്ക് വരും, ലെറ്റേഴ്സൊക്കെ ഒരുപാട് വരും, നിങ്ങൾക്കത് വെക്കാൻ സ്ഥലമില്ല. അപ്പോൾ പഴയ ആവശ്യമില്ലാത്ത ലെറ്ററൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ പുതിയ ലെറ്ററിനെ വെക്കാൻ. എപ്പോഴും നമ്മളുടെ വീട്ടിൽ പുതിയ എനർജിക്കുള്ള ഒരു സ്പേസ് കൊടുക്കണം. അതായത് എല്ലാം ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കാണ്ട് കുറച്ച് സ്പേസ് നമ്മൾ ഒഴിച്ചിടുക. അപ്പോൾ അങ്ങനെ ഒഴിച്ചിടുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് ആ ഒരു സ്പേസ് കൊടുത്താൽ മാത്രമേ നമ്മുടെ വീട്ടിലേക്ക് പുതിയ എനർജി കയറി വരത്തുള്ളൂ. നിങ്ങൾ 4 പേര് പോകുന്ന ഒരു കാറിൽ നിങ്ങൾ 3 പേര് പോയാലല്ലേ ഒരാൾക്കും കൂടി കയറാൻ പറ്റൂ. 4 പേരും തിരിങ്ങി ഇരുന്നിട്ട് പോയി കഴിഞ്ഞാൽ വഴിയിൽ ഒരാൾ നിന്ന് കൈ കാണിച്ചാൽ നിങ്ങൾക്ക് കയറ്റാൻ പറ്റില്ല. അതുപോലെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ എനർജിക്ക് വരണമെന്നുള്ള പല സാഹചര്യങ്ങളും വരും. പക്ഷേ അതിന് തങ്ങാൻ സ്ഥലമില്ലെങ്കിൽ അത് വരില്ല. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ദീപാവലിക്കും വിഷുവിനൊക്കെ മുമ്പിട്ട് വീട് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കുന്നത്. അതൊരു ഡീക്ലട്ടറിങ് ആണ്. പണ്ട് കാലത്ത് അവർക്ക് ഇത്ര